ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് പഴുത്ത ചക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയതും സോഫ്റ്റ് ആയതുമായ ചക്കയുടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പഴുത്ത 25 ചക്കച്ചോള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ചക്കച്ചോളയാണ് എടുത്തത്. ചക്കയുടെ ഉണ്ടാക്കുമ്പോൾ വരിക്കച്ചക്ക എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ചക്കയുടെ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം ഞാനിവിടെ ചക്കച്ചോളയുടെ കുരുവൊക്കെ മാറ്റി ക്ലീൻ ആക്കി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുക്കാം. ഇതാ ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലോട്ട് മാറ്റാം. ഇനി ശർക്കര ഒന്ന് ഉരുക്കണം. അതിനായി ഞാൻ 300 ഗ്രാം ശർക്കരയാണ് എടുത്തത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി വേണം എടുക്കാൻ. ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആ അരിപ്പൊടി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 3/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ 6-7 ഏലക്കായയും ഒരു ചെറിയ കഷ്ണം ചുക്കും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 ടേബിൾ സ്പൂൺ ചേർക്കാം. എന്നിട്ട് സ്പൂൺ വെച്ച് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ശേഷം അരച്ചു വച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. 2.25 കപ്പാണ് ചക്ക അരച്ചതുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒരുമിച്ച് ഒഴിക്കണ്ട, കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയെല്ലാം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ബാറ്റർ കുറച്ച് ലൂസായി തോന്നുകയാണെങ്കിൽ അരിപ്പൊടി ആഡ് ചെയ്യാം. എൻ്റെ ബാറ്റർ കുറച്ച് ലൂസായതുപോലെ തോന്നിയതുകൊണ്ട് ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ടോട്ടൽ 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇതിനായി എടുത്തത്. നേരത്തെ ശർക്കരപ്പാനി ഞാൻ ഫുള്ളായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി അതുകൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യാം. 300 ഗ്രാം ശർക്കര ചേർത്തതിനാൽ അടക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. മധുരം ഇത്ര വേണ്ട എന്ന് തോന്നുന്നവർ ഒരു 250 ഗ്രാം ശർക്കര ചേർത്താൽ മതി. ഇപ്പൊ ചക്കയടക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ചക്കയുടെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് കട്ടിയാവാനോ എന്നാൽ അധികം ലൂസ് ആവാനോ പാടില്ല. ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടി കുറച്ച് വാഴയില ക്ലീൻ ചെയ്ത് വെക്കണം. വാഴയില വാട്ടിയെടുക്കുകയൊന്നും വേണ്ട. എന്നിട്ട് ഇലയുടെ വലിപ്പം അനുസരിച്ച് കൂട്ട് അതിൽ ഇട്ട് കൊടുക്കാം. കൂട്ട് അധികം കട്ടിയിൽ ഇട്ട് കൊടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചക്കയുടെ വേവാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇതുപോലെ ഇലയുടെ നടുഭാഗത്തായി കുറച്ച് കൂട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇല ഇതുപോലെ മടക്കുക. അതിനുശേഷം ഇതുപോലെ മെല്ലെ പ്രസ് ചെയ്യുക. ഇല പൊട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഓരോ ഇലയിലുമായി കൂട്ട് വെച്ചു കൊടുത്ത് റെഡിയാക്കി എടുക്കാം.
ഇനി നമുക്ക് ചക്കയുടെ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇഡലി പാത്രത്തിൽ വെച്ചാണ് വേവിക്കുന്നത്. ഇഡലി പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിക്കാം. എന്നിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ പരത്തി വച്ചിരിക്കുന്ന ഓരോ അടയും ഇഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 3 എണ്ണം മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഇനി ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഇഡലി പാത്രത്തിൻ്റെ പുറത്ത് നല്ല രീതിയിൽ ആവി വരുന്നത് കാണുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് ഒന്ന് തുറന്നു നോക്കാം. അടയൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട്. എന്നിട്ട് ഓരോരോ അടയും എടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടയുടെ എല്ലാ ഭാഗത്തും ഒരേ കളർ തന്നെ ആയിരിക്കണം. തുറന്നു നോക്കുമ്പോൾ വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വേവിക്കുക. അങ്ങനെ ഞാൻ ബാക്കിയുള്ള കൂട്ടുകൊണ്ട് അടയെല്ലാം പരത്തി വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 കപ്പ് അരിപ്പൊടി കൊണ്ട് മൊത്തം 15 അടയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പഴുത്ത ചക്ക കിട്ടിയാൽ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.